ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയ വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മളൊരാവശ്യമായിട്ട് എറണാകുളം വരെ വന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രാത്രി ട്രെയിൻ കയറി രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ എറണാകുളത്തുള്ള ഒരു ഹോട്ടലിലോട്ട് പോയത് കേട്ടോ. ഇതായിരുന്നു ഹോട്ടലിൻ്റെ നെയിം, ഇതാണ് റീസ. അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഇരിക്കും. ഹസ്ബൻഡ് നല്ല ഫോണിൽ ലയിച്ച് അവിടെ ഇരിക്കണം. ഞാൻ 3 ഇടിയപ്പവും കടലക്കറിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി. ഹസ്ബൻഡ് പൊറോട്ടയും കടലക്കറിയാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ പോയി കുറേ പട്ടി ഷോ ഒക്കെ കഴിച്ചു. നമ്മൾ ബസ്സിൽ കയറി കൊച്ചി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടുത്തെ ആവശ്യം കഴിഞ്ഞു. പിന്നെ ബസ്സിലാണ് യാത്ര. ബസ്സിൽ എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ കൊച്ചി ബീച്ചിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അവിടുത്തെ ബീച്ചിലോട്ടാണ് പോകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ബസ്സിലിരുന്ന് ഇവിടേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലെത്തി. ജസ്റ്റ് നടന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. നല്ല നല്ല ബാഗും നമ്മുടെ കമ്മൽ, മാല, ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, എനിക്കിതൊക്കെ ഭയങ്കര ഒരു ക്രൈസാണ്. ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു വികാരമാണ്. അപ്പോൾ എല്ലാം കണ്ട് ഇങ്ങനെ രസിച്ച് മുന്നോട്ട് നടക്കുകയാണ്. ഇതിനിടയ്ക്കാണ് നമ്മുടെ ഫിഷ് ഇവിടെ നിന്ന് മേടിച്ച് ഇവിടെ തന്നെ കുക്ക് ചെയ്തൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കിഷ്ടമുള്ളൊരു കള്ളൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നേ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാങ്ങിച്ച് കഴിക്കലൊന്നും ഇല്ല. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലെ മെല്ലെ മുന്നോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ ഞണ്ടുമുണ്ട്, ചെറിയ ഞണ്ടുമുണ്ട്, കുറേ കണവ, കൊഞ്ച്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് കഴിഞ്ഞ് നടന്നിങ്ങനെ പോവുകയാണ്. വീണ്ടും കുറേ ആയിട്ട് ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ വരച്ച് കളിക്കാനുള്ള എന്തോ സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുന്നേ ഇത് നമ്മുടെ ഭീമാപ്പള്ളി ഉറൂസിന് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൽ അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല. ചെയ്ത് നോക്കിയിട്ടൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. ഇവരെങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് മാവ് വെച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു അച്ച് വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവർക്ക് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. പിന്നെ നമ്മളിതാ വന്നിട്ട് ഞാൻ ഒരു ബോൾ മേടിച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ അത് മേടിച്ചു. വീണ്ടും നമ്മൾ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി കുറേ പെട്ടിയും മറ്റേ പഴയകാല എന്തൊക്കെയോ സാധനങ്ങളാണ്. അത് കഴിഞ്ഞൊരു ചോളമൊക്കെ മേടിച്ച് കഴിച്ചു. ഇങ്ങനെ വീണ്ടും നടന്നു. എന്നിട്ട് ഒരു ബോട്ട്, കടലല്ല കപ്പൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഇതിനിടയ്ക്ക് കെട്ടിയോ എൻ്റെ അടുത്തൊരു ചെറിയ ഉടക്കൊക്കെ ആയിട്ട് സൈഡിൽ പോയിരുന്നു. ചോളം വാങ്ങിച്ച് കഴിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ള ദേഷ്യമാണ് കേട്ടോ മുഖത്ത് കാണുന്ന ഭാവം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ മംഗ്ലീഷ് ഫിലിം ഷൂട്ട് ചെയ്ത ആ ഒരു ഹോട്ടലാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അറിവ്, എനിക്കറിയില്ല സത്യമാണോ എന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ബോട്ടിങ്ങിൽ വേണ്ടി വന്നതാണ്. പക്ഷേ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് കാരണം നമ്മൾ അതിലോട്ട് കയറിയില്ല. പിന്നെ തിരിച്ച് നമ്മൾ ബസ്സിൽ തന്നെയാണ് പോയത്. അങ്ങനെ തിരിച്ച് ബസ്സിലോട്ട് പോകണം. നേരെ ലുലു മാളിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ആ ഒരു ബസ്സിലിരുന്ന് വന്ന ഒരു ക്ഷീണവും ഒരു തലയിറക്കമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മെട്രോ ട്രെയിനിൽ കയറുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിൻ കയറിയ അവിടുത്തെ യാത്രകൾ, കാഴ്ചകൾ എല്ലാം കണ്ട് രസിച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ലുലു മാൾ എത്തിയിട്ടുണ്ട്. ലുലു മാൾ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മാളിൻ്റെ എൻട്രി അവിടെ കയറി മെല്ലെ നടക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ലുലു മാളിൽ വരുന്നത്. ഒരിക്കൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നായിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറുന്ന ആ ഒരു ഫസ്റ്റ് എൻട്രി ഇല്ല, അത് വല്ലാത്തൊരു എന്താ പറയുക, നമ്മൾ ഈ ഗൾഫ് രാജ്യത്തൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ്. നല്ല കാണാനും ഒക്കെ ഭയങ്കര ലുക്കാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് നടന്ന് നല്ല ഷോ ഓഫൊക്കെ കാണിച്ചിങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കയറിയിട്ട് അടുത്തുള്ള എന്താ പറയുക ഷോപ്പുകളൊക്കെ നോക്കി രസിച്ച് ഇങ്ങനെ നടക്കുക. അതിനിടയ്ക്കാണ് ഹസ്ബൻഡ് കയറി ഫ്രണ്ടിലോട്ട് നടന്ന് പോവാണ്. ആൾ ചെറിയൊരു പിണക്കായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വലിയ ഇതില്ലാത്ത ഏറ് പിടിച്ചെനിക്ക് പോവാണ്. പിന്നെ അവിടെ നിന്ന് പോയിട്ട് ഒരു ബബിൾ ടീ മേടിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. മാംഗോ ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുടിക്കുന്നത്.
പിന്നെ പിസ്സ ഓർഡർ ചെയ്ത് മേടിച്ച് കഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നല്ല സ്ലോ മോഷനിലൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.